ഹലോ, ജിൻജസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് തന്നെ കൊല്ലാൻ നോക്കിയത് ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛനും കൂടെയാണെന്ന് വേദയോട് പറയുന്ന വിക്രമിനെയാണല്ലോ. തുടർന്ന് ഇത് കേട്ട വേദ ഞെട്ടുന്നുണ്ട്. വേദ ചോദിക്കുകയാണ്, ശ്രീകാന്താണോ അന്ന് അങ്ങനെ ചെയ്തത് എന്ന്. അവരുടെ അന്തസ്സിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് അവർ തന്നെ വേട്ടയാടുന്നതെന്നും വിക്രമ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദീപ്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്ന വേദയാണ്. വേദ ശ്രീകാന്തിനെ അന്വേഷിക്കുന്നുണ്ട്, അത്യാവശ്യമായി കാണണമെന്നും കുറച്ച് സംസാരിക്കാൻ ഉണ്ടെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് എടുത്ത പണിയുടെ കണക്ക് നോക്കുന്ന വിനായകനെയാണ്. അവിടേക്ക് ശ്രീജ വരികയും ജോലിയുടെ കാര്യം അന്വേഷിക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന വിക്രമിനെ ഉണർത്താൻ ഓരോന്ന് ചെയ്യുന്ന വേദയാണ്. ദേഷ്യം പിടിച്ചു ഉണർന്ന വിക്രം ടേബിളിലിരുന്ന വെള്ളമെടുത്ത് വേദയുടെ നേരെ ചിന്തി. ഇത് കണ്ടതും വേദ അവിടെയുള്ള ചൂലെടുത്ത് പേടിപ്പിക്കാൻ നോക്കി. എന്നിട്ട് പറയുന്നുണ്ട്, വേഗം പോയി കുളിച്ച് വരണമെന്നും നമുക്ക് അമ്പലത്തിലൊന്ന് പോകണമെന്നും. ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അപ്പുമോളെ വീട്ടിലാക്കാൻ വേണ്ടി ഇറങ്ങുന്ന വിനായകനെയും ശ്രീജയുമാണ്. അപ്പുമോൾ സുധാകരനെ കണ്ടതും കെട്ടിപ്പിടിച്ച് പോകുന്ന കാര്യം പറയുന്നുണ്ട്. സുധാകരൻ അപ്പം തന്നെ തൻ്റെ കയ്യിലുള്ള കുറച്ച് ക്യാഷ് എടുത്ത് അപ്പുമോൾക്ക് കൊടുത്ത് ബുക്കും മറ്റു സാധനങ്ങളും വാങ്ങിക്കോളാൻ പറയാണ്. ഇത് കണ്ട വിനായകൻ പറയുന്നുണ്ട്, അവൾക്കെല്ലാം വാങ്ങിക്കൊടുക്കാനുള്ള പൈസ തൻ്റെ കയ്യിൽ ഉണ്ട് എന്ന്. ഇത് കേട്ട സുധാകരന് ഒട്ടും ഇഷ്ടമായില്ല. സുധാകരൻ പറയുന്നുണ്ട്, നീ ഇപ്പോഴല്ലേ വലിയ കാശുകാരനായത് എന്നും നീ ഒരിക്കലും ഒന്നിലും ഉറച്ചു നിൽക്കുന്നവൻ അല്ല എന്നും. അങ്ങനെ പറഞ്ഞുകൊണ്ട് സുധാകരൻ അവിടെ നിന്നും പോവാണ്. സുധാകരൻ പറഞ്ഞത് കേട്ട് വിനായകന് ഏറെ വിഷമമുണ്ടാക്കി. വിനായകനോട് കമല പറയുന്നുണ്ട്, അപ്പുമോളുടെ ഈ പ്രായത്തിൽ നിങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നും അടുത്ത പ്രാവശ്യമെങ്കിലും അപ്പുമോളെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണമെന്നും. ഇത് കേട്ട വിനായകൻ പറയുന്നുണ്ട്, എന്തായാലും അടുത്ത വർഷം അപ്പുമോളെ ഇവിടുത്തെ സ്കൂളിലെ ചേർക്കൂ എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ്. അപ്പോഴാണ് വിക്രമിനെ കണ്ടതും അപ്പുമോൾ വിക്രമിനെ കെട്ടിപ്പിടിച്ച് പോകുന്ന കാര്യം പറയുന്നതും. അങ്ങനെ അപ്പുമോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ ഷർട്ട് തേച്ച് വയ്ക്കുന്ന വേദയാണ്. ഇത് കണ്ട വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. എന്നിട്ട് ചെയ്തതിൻ്റെ ക്യാഷ് കൊടുക്കുകയാണ്. ഇത് കണ്ട് വേദ പറയാണ്, 4 പ്രാവശ്യം എന്നെ വിവാഹം ചെയ്തിട്ടും എന്നെ ഒരു വേലക്കാരിയായിട്ടാണോ നിങ്ങൾ കണക്കാക്കിയതെന്നും നാട്ടിലെ ഗുണ്ടയെ ഞാൻ വീട്ടിലെ ഒരു ചെറിയ ഗുണ്ടയാക്കിയെന്നും പറയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.